ജോസഫ് വിഭാഗത്തിന്റെ അത്തരം ആശങ്കകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വിശദമായി തന്നെ വരാം. കാരണം ചില നിർണായക വാർത്തകളും വിവരങ്ങളും കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷവും ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലപാടിലേക്ക് എല്ലാവരും എത്തും എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോ മൈക്കിളിന്റെ പ്രതികരണം കൂടി വരുമ്പോൾ അതിൽ ഒരുപക്ഷെ UDF-ന് അനുകൂലമാകുന്ന തരത്തിൽ സഭയുമായി അടക്കം ആശയവിനിമയം നടത്തുന്നുണ്ട്. UDF-ഉം ഒക്കെയായി ആശയവിനിമയം നടത്തിയപ്പോൾ എല്ലാം ഉയർന്നു വന്ന ഒരു പേരാണ് ജോബിൻ്റേത്. അവിടെ ജോബ് അടക്കം ഈ ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീജിത്ത്? ജോബിന്റെ പ്രതികരണം അവിടെ ഉണ്ട് അഭിലാഷ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇത് തന്നെയാണ്. ഇനി മറ്റ് ചർച്ചകളൊന്നുമില്ല. ഇടതുമുന്നണി പ്രവേശനം, UDF പ്രവേശനം എന്നൊരു ചർച്ച പോലും ഉണ്ടാകില്ല ഫലത്തിൽ എന്ന് തന്നെയാണ്. അത്ര അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം, അത് പറഞ്ഞേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടി കമ്മിറ്റികളാണ് തീരുമാനം എടുക്കുന്നത്. ഇന്നൊരു കമ്മിറ്റി ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അതിലും അങ്ങനൊരു തീരുമാനം മാറി വരുമോ എന്ന ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് ജോബ് മൈക്കിൾ നിലപാട് വ്യക്തമാക്കിയത്. അതായത് നമ്മൾ ഈ UDF പ്രവേശനത്തിന് സാധ്യത, അതിന് ഒരു അനുകൂല നിലപാടെടുത്തിരുന്ന ആൾ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തിങ്കിലുമൊക്കെ. അതിൽ ജോബ് തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ഇതിനകം തന്നെ ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലപാട് എന്നതാണ്. അതായത് ഇന്നത്തെ ചർച്ചയിൽ, ഇന്നത്തെ യോഗത്തിൽ ഇതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാകുന്നു. ഇതിനുവേണ്ടി കൂടിയാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയും ഇനിയാന്ന് മാധ്യമങ്ങളെ കണ്ട് ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലപാട് വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഭാവിയിൽ അങ്ങനെ ഒരു തീരുമാനം, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി സമയമുണ്ട്, അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നല്ല. പക്ഷേ പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി, നേരത്തെ ജോണി നെല്ലൂർ സംസാരിച്ചതുപോലെ പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ സമയത്തും ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാൽ മുന്നണി മാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് വ്യത്യസ്ത അഭിപ്രായമുള്ള പലരും ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെ രാവിലെ സ്റ്റീഫൻ ജോർജ് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇപ്പോൾ ഏതാണ്ട് ഫലത്തിലൊരു നിലവിൽ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഭൂരിപക്ഷ അഭിപ്രായം, പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ പോലുള്ള നേതാക്കളുടെ എതിർപ്പ് തന്നെയാണ്. അവർ ഇടതുമുന്നണിക്കൊപ്പം തുടരും എന്ന് പറയുമ്പോൾ ഈ പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകും എന്ന പ്രതിസന്ധി ജോസ് കെ മാണിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ നിലയിലൊരു തീരുമാനത്തിലേക്ക് ജോസ് കെ മാണി എത്തി നിർബന്ധിതനായി മാറിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, തീർച്ചയായും നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചിരുന്നു ജോബ് മൈക്കിളിന്റെ പ്രതികരണം ലഭ്യമായിരുന്നു എന്ന്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. പാർട്ടി കമ്മിറ്റി കൂടിയല്ലേ, പാർട്ടി കമ്മിറ്റി കൂടി പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയും. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമോ? ഇല്ല, പാർട്ടി കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്യും, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. അതായത് തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം അല്ലെങ്കിൽ സീറ്റ് കുറഞ്ഞത് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണോ പറയുന്നത്? തോൽവിയൊക്കെ ചർച്ച ചെയ്യും, അതിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യും. ഈ സഭയുടെ ഇടപെടൽ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. കേരള കോൺഗ്രസ് പാർട്ടി കമ്മിറ്റിയുള്ള പാർട്ടിയാണ്. പാർട്ടി കമ്മിറ്റികൾ പാർട്ടി ചർച്ച ചെയ്യും കാര്യങ്ങൾ. ഇതുള്ളൂ, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, അതെന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം? എന്താണ്? ഞാൻ ഇട്ടിട്ടില്ല. പ്രമോദ് നാരായണൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അല്ല, അതിപ്പോ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമല്ലോ. അപ്പൊ എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റുമോ? മുന്നണി മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? അതൊക്കെ അങ്ങനല്ലല്ലോ. ഇപ്പൊ ഈ നിൽക്കുന്ന മുന്നണിയല്ലേ, ജനം പറഞ്ഞല്ലോ LDF മുന്നണി തന്നെയാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പിന്നെ ഈ സഭകളുടെ ഇടപെടൽ എന്നൊക്കെ പറയുന്നത് അതിലെന്താണ് വസ്തുത? അല്ല, യാതൊരു ഇടപെടലും ഇല്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. ഇപ്പൊ LDF-ലാണ് നിൽക്കുന്നത്, LDF തന്നെ നിൽക്കുന്നു. ഇന്നത്തെ കമ്മിറ്റി വേണേ തീരുമാനം മാറ്റാലോ? അതൊന്നും അറിയത്തില്ല, അതറിയത്തില്ലല്ലോ. അങ്ങനെ പറയാൻ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമല്ലോ. ഏത് വിഷയം? ഈ മുന്നണി മാറ്റവും അതൊന്നുമില്ല. പണ്ട് തൊട്ടേ, അതിപ്പം പറയുന്നില്ല, 1979 പാർട്ടി പൊളന്നപ്പം തൊട്ട് എല്ലാവരും ഈ അഭിപ്രായം പറഞ്ഞു. 79 പാർട്ടി യെസ്, ജോ മൈക്കിളിന്റെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നത് എന്തായാലും ഇപ്പോൾ മുന്നണി മാറ്റത്തിനില്ല, ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ്. പക്ഷേ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എല്ലാ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് പ്രേക്ഷകരുമായി സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ദിവസങ്ങളായി ജോസ് കെ മാണിയുടെ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.